ഞാൻ അതേ ഇച്ചിരി അപ്പം ഉണ്ടാക്കുന്നു. അപ്പൊ വരുമ്പോ വിളിക്കിട്ടാ. ശരി, അപേക്ഷ എങ്ങനെ വെക്കണ്ടേന്ന് ഞാൻ പറഞ്ഞുതരാം. ശരി ശരി. വാടാ. മുത്തിന്റെ കൂട്ടുകാരിക്ക് വേണ്ടിട്ടാണ്. അതെ, മുത്തിന്റെ കൂട്ടുകാരികൾക്ക് വേണ്ടിട്ടാ. എന്റെ റൊണാൾഡിനല്ലാതെ അവിടെ വെച്ചേക്കുന്നത് കണ്ടില്ലേ മേശപ്പുറത്ത്? പോയിട്ട് വാ. പൈസ മൊത്തം ഉണ്ടോ? നാളെ തന്നെ ബാബുണ്ണൻ പറഞ്ഞ് ഇങ്ങനെ പിച്ചിപ്പറിച്ച് പറ്റ് തീർക്കാൻ നിൽക്കാതെ ഒന്നുകിൽ നിങ്ങൾ കൂട്ടിയിട്ട് ഓണത്തിന് തീർക്ക്. അപ്പൊ ബാബുണ്ണനോട് പറയണം, അവരിവിടെ വർഷങ്ങളായിട്ട് താമസിക്കുന്നവരാണ്, അവരിവിടെ നിന്ന് എവിടെയും പോവാൻ പോണില്ല, കൊള്ളക്കാരല്ല എന്ന് പറയണം. അതൊക്കെ പറയാം. അങ്ങനെ മനുഷ്യരായ ചിലപ്പോ പൈസ കുറച്ചുണ്ടാവും, ചിലപ്പോ ചില സമയത്ത് പൈസ ഉണ്ടാവും, അങ്ങനെയൊക്കെ തന്നെ. അങ്ങനെ കട 4 പേരുണ്ടെങ്കിൽ ഇച്ചിരി വർത്താനം പറഞ്ഞു, ഇല്ലെങ്കിൽ ഒരു കുഴപ്പം. നീ ചെല്ലുമ്പോഴേ ഇതൊക്കെ പറയുള്ളൂ, നീ വായിൽ ചൊണ്ട് നിൽക്കും. അതുകൊണ്ട് എല്ലാവർക്കും പറയാൻ പറ്റുമല്ലോ. പിന്നെ പീസ് മീൻ മേടിച്ചാ മതി. മുത്ത് പറഞ്ഞ് പീസ് മീൻ മതിയെന്ന്. പറ്റുവാണെങ്കിൽ കരിമീൻ ഉണ്ടെങ്കിൽ കരിമീൻ മേടിക്കും. കരിമീനെ ഫിഷ് മോളി വെക്കാനായിട്ട് നല്ലത്. പിള്ളേർക്ക് അപ്പവും ഫിഷ് മോളിയും മതി. കരിമീൻ മേടിക്കണമെങ്കിൽ പേയാടും എല്ലാം പോണം. ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ കൊണ്ടോന്ന് നോക്ക്, ഇല്ലെങ്കിൽ നെയ്മീൻ മേടിക്കും. ഒരുപാടൊന്നും മേടിക്കണായിട്ട് 1/2 കിലോ എങ്ങാനും മതി. നെയ്മീനൊക്കെ അന്യായ പൈസയാണ്. ദൈവം. ഒരു ചെറിയ സഹായം. എന്നാ? എനിക്ക് നീ സഹായം എന്ന് പറയുമ്പോ പേടിയാ. പൈസ അല്ല, പിന്നെന്താ? ഇത് തങ്കം ചേട്ടത്തെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ചെറിയ വലിയൊരു സഹായം. എന്തുവാണ്? ഈ ലൈഫ് മിഷൻ പദ്ധതി വീണ്ടും തുടങ്ങിയില്ലേ, സ്റ്റാർട്ടായി. നിന്നോട് ആര് പറഞ്ഞു? നായരേട്ടന്റെ മോളില്ലേ, മറ്റേ തയ്യക്കാരി ദീപ ചേച്ചി, അവർക്ക് വീട് അന്വേഷിച്ചെന്ന് പറയുന്നിട്ട് ലിസ്റ്റിലുണ്ടെന്ന്. തുടങ്ങി. ഞാൻ ഇപ്പൊ സുലു ചേച്ചിനോട് വിളിച്ച് പറയുമായിരുന്നു. അവർക്കെന്തിന്? അവർക്ക് ഇന്ന് ഈ വാടക വീട്ടിലല്ലേ നിങ്ങൾ താമസിക്കണേ, ഒരു വീട് കിട്ടുകയാണെങ്കിൽ വലിയ കാര്യല്ലേ. അല്ല, തങ്കം ചേട്ടത്തേക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ എനിക്കൊരു വീടും ബസ്സും കൂടെ. ഞാൻ എങ്ങനെ റേഷൻ കാർഡ് ഒപ്പിക്കാം? എനിക്ക് എങ്ങനെയെങ്കിലും റേഷൻ കാർഡ് ഒപ്പിക്കാമോ? റേഷൻ കാർഡ് അതൊരു ഇത് വാടക ചീട്ട് മതിയല്ലോ. വാടക ചീട്ട് വെച്ചാൽ പഴിച്ച റേഷൻ കാർഡ് കിട്ടും. അപ്പൊ കടയുടെ വാടക ചീട്ട് വെച്ചോണ്ട് അപ്പൊ അവിടുത്തെ വീട് സ്ഥലവും നിനക്ക് അത് വാടക കൊടുക്കാം. എന്നിട്ട് ഞാൻ റോസ്മേനും പിള്ളേരും അപ്പനും അമ്മച്ചിയുടെ ഇവിടെ വരും. അത് അടിപൊളിയാ. പിന്നെ ഞങ്ങളും കൂടി ഒരെണ്ണം വെക്കാം. എന്തിന്? നിങ്ങൾക്ക് ഇവിടെ വീടില്ലേ? ഇത് വാടകയ്ക്ക് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അത് നീ വാടകയ്ക്ക് കൊടുക്കുവാണല്ലോ, അത് നീ പുറത്തു കൊടുക്കണ്ട, ഞങ്ങൾക്ക് വാടകയ്ക്ക് താ. നിങ്ങൾ ഇവിടെ താമസിക്കുമ്പോൾ കൊടങ്ങാവള വീട് വാടക. നിങ്ങൾ ഇങ്ങോട്ട് വരുവാണല്ലോ, പിന്നെ ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ കൊടങ്ങാവളയിൽ താമസിച്ചോളാം. എന്നിട്ട് റോസ്മേരിനെ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറും ആക്ക്. അങ്ങനെ ഈ നാട് കുട്ടിച്ചോറാക്ക്. നിനക്കിപ്പൊ ചെയ്യണ പണി ചെയ്യാവോ? ഇത് ഇങ്ങനെയൊക്കെ സഹോദരങ്ങളൊക്കെ ആവുമ്പോ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ. സഹോദരങ്ങൾ ഒരു സഹോദരനോട് ചോദിക്കാൻ പറ്റുന്ന സഹായമാണോ നീ ഇപ്പൊ ചോദിച്ചത്? ഇവിടെ പറിച്ചിട്ട് ഞാൻ വേറെ എന്താ ചോദിച്ചോലോന്നല്ലോ. നിങ്ങൾ മെമ്പറായിട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഒപ്പിന് വിലയുണ്ട്. ആ വെള്ള പേപ്പറിനകത്തൊരു ഒപ്പ്. അതുപോലെ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരന് കിട്ടുന്ന ഒരു വീട്, ആ വീട്ടിനകത്ത് അവൻ സന്തോഷമായിട്ട് കഴിയുന്ന കാണാനുള്ളൊരു ഭാഗ്യം വേണ്ടേ? ഞാനേ ഈ ചൂട് ചട്ടിയെടുത്ത് മുഖത്തോട്ട് വെച്ച് എങ്ങനെ ഇരിക്കുന്ന അറിയുമ്പോ പാലപ്പം പോലെ ആവും മുഖം. അല്ലല്ലോ, എനിക്കറിയാം. ക്ലീറ്റമ്മച്ചമ്പ ഞങ്ങളായിരുന്നു അവിടെ മെമ്പറായിരുന്നെങ്കിലേ ഈ വീടിന്റെ സ്ഥലത്ത് ഇരുന്നലെ വീട് എനിക്കും അതേപോലെ ഒരു വീട് 5 സെന്റ് വസ്തു അങ്ങനെ എഴുതി തന്നേനെ. അതുകൊണ്ടാണ് കാലാകാലങ്ങളായിട്ട് പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ട് മെമ്പർ പോയിട്ട് ഒരു വാല് പോലും ആവാതിരുന്നത്. എന്തായാലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് നോക്കാം. ചെയ്യാൻ പറ്റൂല. ഇപ്പൊ പറഞ്ഞ പണി ചെയ്യാൻ പറ്റുമെങ്കിൽ. എന്റെ പൊന്നു ദൈവമേ, വാവുള്ളൂ. ഇപ്പൊ ചട്ടീന്നെടുത്ത് ഇട്ടുള്ളൂ. കുഴപ്പമില്ല. പൊട്ടുപെട്ടോ ഓരോ കാര്യങ്ങൾ പറയുന്നത്. പൊന്നോ, എപ്പ വന്നാ? ഞാൻ എത്ര നേരം കൊണ്ട് നിന്നെ നോക്കി നിൽക്കുന്നു. പെണ്ണെ, ഈ കണക്കിന് വല്ല കള്ളന്മാരും ഒന്നും തന്നെ തൂക്കിയെടുത്തോണ്ട് പോയാലും നീ അറിയത്തില്ലല്ലേ? എന്തായാലും പൂജപ്പുര SHO കനകമുത്തുരാമന്റെ വീട്ടിൽ കയറി അതിക്രമം കാണിക്കാനൊന്നും ആർക്കും ധൈര്യമൊന്നുമില്ല. പിന്നെ SHO ആയാലും ജഡ്ജി ആയാലും കള്ളന്മാർക്ക് തരം കിട്ടിയ അവന്മാര് പൊക്കിയെടുത്തോണ്ട് പോകുക. അമ്മ ഇവിടെ ഇരി. മാമ പോയാ പറയും പോലെ? അവൻ കുളിക്കുകയാണെന്ന് തോന്നുന്നു. അവളെവിടെ? അമ്മ അതാ പുറത്തോട്ട് ഇറങ്ങണമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. എന്താ ആവശ്യം? നിന്റെ കൂട്ടുകാരികൾ വരുമെന്ന് പറഞ്ഞിട്ട് അവര് കുറച്ചു മുമ്പ് വരുമോ? എന്തോന്നാണ് സ്പെഷ്യല്? ഫിഷ് മോളി. അപ്പോ ആർക്കും ആ ചെറുക്കം വിളിച്ചിട്ട് എടുക്കണില്ലേ റൊണാൾഡ്? എടുക്കണില്ലേ? അപ്പൊ ഫോൺ കൊണ്ടുപോയി കാണും, ഇവിടെ കാണും. എപ്പ പോയതാന്നറിയാമോ കടയില്? എന്തിന്?
കടയിൽ പോയത് വേറൊന്നല്ലോ, കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അതിനു മുമ്പ് എനിക്ക് പഞ്ചായത്തിൽ പോകണം, 1-2 അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ ആശാ വർക്കർ സുലോചന ഇല്ല, അമ്മ കണ്ടിട്ടുണ്ടാവും. അവള് എവിടെയോ മറിഞ്ഞു വീണ് കാലൊടിഞ്ഞിരിക്കുന്നു, അതിനെ കാണാൻ പോണം. ഇതിനിടയ്ക്ക് ഈ പെണ്ണിന്റെ കൂട്ടുകാരികൾ വരും. അവർക്ക് ഇനി ഫിഷ് മോളി അപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേണം പോകാനായിട്ട്. ഞാൻ പോവാന്ന് പറഞ്ഞാണോ അവരേക്ക് മേടിക്കാൻ വേണ്ടി? പിന്നെ നീ അങ്ങോട്ട് പോകേണ്ട കുറവുള്ളൂ ഇനി. എന്തോന്ന് കുറവ്? അവള് പോയാലെന്താ? അതൊക്കെ അവള് പഠിക്കേണ്ടി വരും. ഒരു വീട്ടിൽ പോകേണ്ടി വരില്ലേ താമസിക്കാൻ? വീട്ടിൽ ഇങ്ങനെയാണെങ്കിൽ വലിയ കാര്യത്തിന് പോവുകയും ചെയ്യും വീട്ടില്. പക്ഷെ എന്തോ ചെയ്യുന്നിനി? അമ്മ എന്താ വന്നേ? അയ്യോ, പറയാൻ മറന്നുപോയി മക്കളെ. ഇവിടെ ഒഴിച്ചേറി എന്തെങ്കിലും ഇരിപ്പുണ്ടാ? എന്താ അവിടെ ഇല്ലേ? അല്ല, അവിടെ ഒരു ചെറിയ ചമ്മന്തി അരച്ച് വെച്ചിരിക്കുന്ന ഒരു ചൊവ്വക്കേട്, പിന്നെ അതിനൊരു കനച്ച തേങ്ങയാണെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ അതങ്ങോട്ട് കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് പോലീസ് ഓഫീസർ കണ്ണും അങ്ങോട്ട് തുറച്ചു, മീശ അങ്ങോട്ട് തിരിച്ചു. നമ്മളെ സാമ്പാറായിട്ടുണ്ടാവും, നോക്കട്ടെ. ഞാൻ അടുപ്പത്ത് വെച്ചിട്ടാ വന്നേ. അമ്മൂമ്മ അവിടെ ഇരിക്കുക. ഇത് വേണോ? കുറച്ച് ചേച്ചി നല്ല രസമുണ്ട്. എനിക്ക് വേണ്ട മക്കളെ. എന്റെ സുലിച്ചേച്ചി, ആ റൊണാൾഡിനെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടേക്കുവാ. ഇനി അവൻ മീനും കൊണ്ടുവന്ന് അത് വെട്ടി കഴുകി കുളിച്ച് എന്നിട്ട് വേണം എനിക്ക് പോവാൻ വേണ്ടി. ചേച്ചി പോക്കോ. അല്ല, മാമി എവിടെ പോകുന്നു? എനിക്ക് കറണ്ട് ബില്ല് അടയ്ക്കണം, പിന്നെ കുറച്ച് സാധനം വാങ്ങിക്കണം. ഓ, എന്നാലേ അമ്മ പൊയ്ക്കോ മാമിയുടെ കൂടെ. ഞാനും അമ്മയും കൂടെ ഫിഷ് മോളിൽ ഉണ്ടാകാം. ഇനിയിപ്പൊ അതേ നടക്കുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് വൈകും. എന്നാലും ചേച്ചി നടന്നോ, ഞാൻ കുളിച്ചിട്ടൊക്കെ വരാൻ പറ്റുള്ളൂ. എന്നാ ഇവിടെ ചെയ്തോളുവോ? അല്ല, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചു ചോദിക്കണം. ഞാൻ എന്നാ കുളിക്കാൻ പൊക്കോട്ടെ. ഒരു ഇച്ചിരി കൂടി പറ്റുമ്പോ സാമ്പാർ എടുക്കാം, എന്നിട്ട് എടുക്കാം കേട്ടോ. ആയില്ല, ഇച്ചിരി കൂടി കഴിയട്ടെ. മക്കളെ, നിന്റെ കൂട്ടുകാരികൾ വരുന്നത് നിന്നെ കാണാനോ അതോ എന്തെങ്കിലും തിന്നാനാണോ? രണ്ടിനും. അമ്മയുടെ ഫിഷ് മോള് ഭയങ്കര ഇഷ്ടമാണ്. എന്നാ പിന്നെ തിന്നത് പോലെ. മക്കളെ, സാമ്പാറിന്റെ തീ ഒന്ന് കുറച്ച് വെച്ചാരാ, ചിലപ്പോ അത് പോഞ്ഞു പോയാലാ. അമ്മൂമ്മ. മുരളി അണ്ണ, നിങ്ങൾക്ക് ജോലി ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ എങ്ങനെ നോക്കിയാൽ ലാഭം. ഞാൻ ക്ലീറ്റമച്ചം എടുത്ത് പറയാം. നിങ്ങൾക്ക് പെട്രോൾ അടിക്കാറിയ പമ്പി ജോലി കിട്ടും. അതേപോലെ കാര്യസ്ഥപ്പണി, സെക്യൂരിറ്റി പണി, പാചകം, പിന്നെ ഈ കിടപ്പ് രോഗികൾ ഗവൺമെന്റ് ആശുപത്രിയിൽ മെഡിക്കൽ കോളേജിലൊക്കെ ഉള്ളത് അവരെ നോക്കാം. അങ്ങനെ എന്തോ ഒരു പേരുണ്ട്, കിടപ്പ് രോഗികളെ നോക്കാൻ നിൽക്കുന്നത്. എങ്ങനെ പോയാലും മാസത്തിൽ 30 ദിവസം നിങ്ങൾക്ക് ജോലി കിട്ടും. എന്താ പറയുന്നു? ഞാനെന്തിനാ പോന്നെ? ഞാനൊരു പ്രൊഫഷണൽ മെക്കാനിക് അല്ലേ. അതില്ലാത്തപ്പോ ഇയാൾക്ക് വേഗം പൊയ്ക്കൂടെ? ഇല്ലാത്ത പപ്പാന് മുരളിയണ്ണൻ അമ്പലത്തിലെ പൂജാരി പൂജ കഴിഞ്ഞ് വരുമ്പോ തെങ്ങ് കയറാൻ വിളിച്ച വരുമോ? ഒരു തഹസിൽദാര ജഡ്ജിയെ വിളിച്ച് പെട്രോൾ പമ്പിൽ ജോലിക്ക് വിളിച്ച് അവര് വരുമോ? അവരെ പണി ഇയാളെ പണിയായിട്ട് രാപകല് വ്യത്യാസമുണ്ട്. രാപകൽ ഒരു വ്യത്യാസമില്ല, എല്ലാ പണിയും അതേപോലെ. അതും ഒരു പ്രൊഫഷൻ, ഇതും ഒരു പ്രൊഫഷൻ. എനിക്കിതാ ദൈവം സഹായിച്ച് ചെറിയൊരു ജോലിയുണ്ട്. നിങ്ങൾക്ക് എന്തോ ജോലി ഉണ്ടാകുന്ന നിങ്ങൾ പറയുന്നു. അയ്യോ, നിങ്ങൾ സകല സമയം അമ്പലപ്പറമ്പിൽ പോയി വെളിയിലോട്ട് വായി നോക്കിയിരിക്കും, അല്ല നായരുടെ കടയിൽ പോയി കൊതിന്നു. അല്ല, നിങ്ങൾക്ക് എന്താ പണിയുണ്ട്? ഇതാണ് ഇയാൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നല്ലാതെ ഞാൻ ഒരു കാര്യം, ഇയാൾ എനിക്കിട്ട് പണി ഉണ്ടാക്കാൻ നിൽക്കണ്ട. എടാ, ഒരു പണിയും ഇല്ലായിരുന്ന ഒരു പണി തരാതെ എനിക്കിട്ട് പണിയാൻ നിൽക്കുന്ന വരും. നിങ്ങൾ എന്തായാലും പറഞ്ഞതിന്റെ അടുത്ത് വരും. ഇയാളെ പണി നോക്കും, എനിക്കിട്ട് പണി ഉണ്ടാക്കാൻ നിൽക്കണ്ട. വരും, കിട്ടും കേട്ടോ. ജീവിച്ച വാട്ടന്റെ കാര്യത്തപ്പോ ഇയാള് വലിയ ആളാവുന്നു. റൊണാൾഡേ, എന്താ പ്രശ്നം? അല്ല, ഞങ്ങൾ ഓരോ കുശലം പറഞ്ഞു. എവിടെ പോവാ? ഞാൻ കട വരെ പോണം. പിന്നെ നീ പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലേ. എവിടെ? തങ്കം നോക്കിക്കൊണ്ടിരിക്കും, എവിടെ പോണെന്ന്. തങ്കം പോകാൻ വേണ്ടി റെഡിയായോ? ഇപ്പൊ നീ കാണോ? അയ്യോ, പെട്ടെന്നല്ലേ. ഇന്ന് മുടിയൊഴി ചാട്ടം കാണും വേണ്ടി. കൊള്ളാമോ? ഈ കൊച്ചിന്റെ സ്ഥാനത്ത് ഞാനായിരിക്കും. നമ്മൾ പ്രാക്ടീസ് തുടങ്ങി. ഇനി അതിന്റെ വീട് കാണിച്ചാൽ അമ്മയ്ക്ക്. എവിടെയായിരുന്നു ഇത്ര നേരം? നിന്നെ എപ്പ വിട്ടതാടാ കടയില്? ബാബുണ്ണ കടവന്ന് ഇപ്പഴല്ലേ തുറന്നത്. കള്ളം പറഞ്ഞാലുണ്ടല്ലോ കൊണ്ണ് ഞാൻ കുത്തിയെടുക്കും. ഞാൻ ബാബുച്ചോ എന്നെ വിളിച്ചപ്പോഴത്തേക്കും പറഞ്ഞല്ലോ നീ അവിടുന്ന് സാധനം മേടിച്ചിട്ട് കുറെ നേരമായി പോയിട്ടെന്ന്. അല്ല, എന്റെ പൊന്നടി, ഈ ക്രോസ് വിസ്താരം നിർത്തി. സാധനം കിട്ടിയല്ലോ, ഇനിയിപ്പോ മോനെ മോളി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കേ. പറഞ്ഞ ഈ പച്ചക്കറി എന്തിനാ മീനിന്റെ കൂട്ടത്തിൽ വെക്കുന്നത്? എടുത്താ അമ്മ. ഏത് മീൻ? മീൻ മേടിച്ചില്ലേ? മീൻ മേടിക്കാൻ ആര് പറഞ്ഞു? മീൻ മേടിച്ചില്ലേ? അല്ല, മേടിക്കാൻ ആര് പറഞ്ഞു? നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാടാ മീൻ മേടിക്കണോന്ന്. തുണ്ടിൽ എഴുതിയ സാധനങ്ങളെല്ലാം അതേപോലെ മേടിച്ചോണ്ട്. മീൻ്റെ കാര്യം റൊണാൾഡെങ്കിലും ഞാൻ കേട്ടാണ് മീൻ്റെ കാര്യം പറഞ്ഞത്. എന്റെ കൂട്ടുകാരും ഫിഷ് മോള് വെക്കണോന്നൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടില്ലേ?
നീ എന്ത് പണിയാടാ കാണിച്ചത്? നീ മീൻ കൊണ്ടുവരുന്നു പറഞ്ഞോണ്ട് എത്ര നേരമുണ്ട് അവള് കാത്തിരിക്കുന്നെന്ന് അറിയാമോ ഇവിടെ? എന്നാ പിന്നെ എന്റെ ഫോണിലൊന്നും വിളിച്ച് എന്നെ ഒന്നും ഓർമ്മിപ്പിക്കണ്ടായിരുന്നോ? റൊണാൾഡോ ഞാൻ വല്ലതും ഞാൻ പറയും. ഞാൻ എത്ര പ്രാവശ്യം നിന്നെ വിളിച്ചിട്ടാ? നീ ഫോൺ എടുത്താലല്ലേ ഫോൺ ഇവിടെ വെച്ചിട്ട് പോയെന്തേ നീ? ഞാൻ എന്ത് കൊടുക്കും അമ്മ? അവിടെ നിനക്ക് എന്താ ഇത്ര ഓർമ്മക്കുറവ്? നീ ഏത് ലോകത്താ നടക്കുന്നത്? ഇങ്ങനെ എത്ര പ്രാവശ്യം പറഞ്ഞതാ ഞാൻ. എന്നാ വിളിച്ച ഫോൺ എടുക്കാനായിട്ട് ഫോണും കൊണ്ടുപോകില്ല അവൻ. നീ വാട്ടോ, ഉച്ചയ്ക്ക് വാ, നല്ലോണം ഞാൻ പായസം കൂട്ടി ഉരുട്ടിത്തരാം. എന്റെ പൊന്നു ഞാനത് മറന്നുപോയി. അതിന് ഇങ്ങനെയൊക്കെ അതാ ചോദിച്ചു മലന്ന് പോണ എങ്ങനെയാന്ന്. തങ്കം ഒന്ന് നിർത്ത്. ഞാൻ മേടിച്ചോണ്ട് തരാം. നീ ഒരു സഹായം ചെയ്യണ്ട. നീ എന്ത് നിർത്താനായിട്ട്? ആ പിള്ളേര് വരുമ്പോ ഞാൻ എന്തെടുത്തിട്ട് കൊടുക്കും? മലന്ന് പോയി അവൻ. ഞാനിപ്പോ പോയി മേടിച്ചോണ്ട് വരാം. കാര്യം വേണ്ട തീർന്നാ? വേണ്ട എന്റെ പൊന്ന് തങ്കം ഒന്ന് നിർത്ത്. അപ്പൊ വാങ്ങിച്ചോണ്ട് വരാന്ന് പറഞ്ഞല്ലേ, പോയിട്ട് വാടാ. ഞാൻ പോയിട്ട് വരാം. വേണ്ട, മേടിച്ചിട്ട് വരണ്ട അവൻ. അവൻ ഇത്ര നേരം എന്തായിരുന്നു കുഴപ്പം? ഇവനോട് ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞു വിട്ടത്, അപ്പൊ അവൻ അത് കേട്ടില്ല. വെറുതെ അല്ല നീ ഇങ്ങനെ നടക്കുന്നത്. നീ ഇങ്ങനെയൊക്കെ പറ. ഞാൻ ആദ്യമായിട്ടാണോ ഇങ്ങനെ കടയിൽ പോയി എന്തെങ്കിലും മറന്നു വന്ന്? ആദ്യമായിട്ടാണോ? എന്ത് എന്റെ പൊന്ന് കനക, നീ കേട്ടോണം. ഇവനെ ഞാനൊന്ന് കടയിൽ സാധനങ്ങൾ മേടിക്കാൻ പറഞ്ഞു വിട്ടു. ഇച്ചിരി മീനും പച്ചക്കറി. ആ ചുമ്മാ വിട്ടതല്ല, അതിവളുടെ കൂട്ടുകാരികൾ വന്ന അപ്പൊ അതുങ്ങൾക്ക് ഫിഷ് മോളി ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇതേ വന്നേക്കുന്ന കൈയും വീശി കുറച്ച് പച്ചക്കറി മാത്രം മേടിച്ചോണ്ട്. ഇവൻ എന്താ ചിന്ത? ഇവൻ കള്ളിന്റെ കുപ്പിയായിരുന്നെങ്കിൽ ഇവൻ മറക്കും. അവൻ പറയാം മലന്ന് പോയി. പിന്നെ ഒന്നിന് പകരം 2 മേടിച്ചിട്ട് വന്നേനെ. ചുമ്മാണോ റോസ്മേരി ഇവനായിട്ട് പറയുന്നത്? എടീ ഞാനൊന്ന് ചോദിച്ചോട്ടെ, എവിടത്തെ കാര്യസ്ഥനാണടി? എവൻ എന്തിനാണ് ഈ സാധനം മേടിക്കാൻ അങ്ങോട്ട് പറഞ്ഞു വിടുന്നത്? നിങ്ങളൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്നില്ലേ? നിങ്ങൾ ആരും മേടിച്ചൂടെ? അല്ല, അപ്പൊ വീട്ടിലൊരു ആവശ്യത്തിന് ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വീട്ടിലുള്ള ആൾക്കാരല്ലേ മേടിച്ചിട്ട് വരേണ്ടത്? പല പല ആവശ്യത്തിന് നിങ്ങളൊക്കെ പോകുന്നുണ്ടല്ലോ വെളിയിൽ. നിങ്ങളെല്ലാവരും അവനെ കുറ്റപ്പെടുത്തും, അവൻ പണിക്ക് പോകുന്നില്ലെന്ന്. അവനോട് ചോദിക്കും, അവൻ പറഞ്ഞെന്നറിയാമോ? എന്നോട് ചേച്ചി പറഞ്ഞിട്ട് സാധനം മേടിക്കാൻ പറഞ്ഞിട്ടെന്ന് പറയും. അതാണ് കാര്യം. അതല്ലടാ, അല്ല അവൻ ഈ വീട്ടിൽ നിൽക്കുന്നല്ലോ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണ്ടേ അവൻ? അമ്മ എന്ന് അങ്ങനെയാണ് വേണ്ടത്. വലിയൊരു ചെറുക്കനല്ലേ, അവനെ പഠിച്ച് മീൻ മേടിക്കാൻ പോടാ, ചാള പഠിച്ചിനോടാ, മോൻ പഠിച്ചിനോടാ, തേങ്ങ പഠിച്ചിനോടാ, പിന്നെ എന്ത് പറയാനാ? അതെ, നിന്റെ വർത്താനം കേട്ടാ തോന്നുന്നു ഞാൻ മാത്രമേ വിടുന്നുള്ളൂ. പിന്നെ നിന്റെ ഭാര്യ ഉണ്ടല്ലോ ലില്ലി, ദിവസത്തിൽ 56 പ്രാവശ്യം അവനെ വിടും കടയില്. എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ കൂട്ടി കെട്ടിക്കോളും. അവളോട് വെച്ചാൽ പറഞ്ഞ ചേച്ചിയാണ് പറഞ്ഞു വിടുന്നത് പറയും, നിന്നോട് വെച്ചാൽ പറഞ്ഞ അവളാണ് പറഞ്ഞു വിടുന്നത് പറയും. എന്തോടാ ഇത്? പിന്നെ പറഞ്ഞു നിങ്ങൾ പുറത്തു പോകുമ്പോൾ നിങ്ങൾക്ക് പഠിച്ചു കൊടുക്കുന്ന സാധനം അതാ പറഞ്ഞ. പുറത്ത് പോയി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്കും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവനോടല്ലേ പറയാൻ പറ്റുള്ളൂ, അല്ലാതെ ഇവിടെ അങ്ങനെ ആവശ്യമില്ല. അവൻ വീട്ടിൽ കയറ്റി നടക്കട്ടെ ഇവിടെ. അതെ, ആഹാ, നാട്ടുകാർ നടക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്റെ വീട്ടിലെ ആളോട് ഞാൻ പറയും, അതിന് നിനക്ക് എന്താ കേട്? നീ വീട്ടിൽ കയറി പറയണം, ഞാനൊരു ഉന്നത പദവി ഇരിക്കുന്ന ആളാ. അയ്യോ, ഉന്നത പദവി എന്ന് പറഞ്ഞാൽ കളക്ടർ ഒന്നും അല്ലല്ലോ, മുഖ്യമന്ത്രിയല്ല. നീ ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ മിണ്ടാതിരിക്കാനായിട്ട് സൗകര്യമില്ല. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പറയും. നീ വീടിനകത്ത് പറയണേ. ഇല്ല, മനസ്സില്ല, ഇത് എന്റെ വീടാ, നീ അകത്തോട്ട് കയറിപ്പോ. ഒന്ന് നിർത്തി, നിങ്ങള് ഒന്ന് നിർത്തി. അല്ലേ മീൻ വഴക്ക് ഇപ്പൊ കുടുംബ വഴക്കായിട്ട് മാറിയാ? അയ്യോ, ഇവനെ ആരെയും ഇങ്ങോട്ട് വിളിച്ചത്? ഞാൻ അവനോട് പലതും പറയും. നിനക്ക് ആദ്യം പറയാനല്ലേ പറഞ്ഞത്? നീ പറയുമ്പോ അകത്തോട്ട് കയറിപ്പോ. ഇങ്ങനെ ഒരു സാധനം എന്തിനാണ് പറഞ്ഞത്, എന്താണ് പറഞ്ഞത്? ഒരു ബോധമില്ലാത്ത വായി നോക്കി. നിക്കടാ, കാപ്പിക്ക് സാമ്പാർ എടുത്തോണ്ട് വരാം. എനിക്കാണോ സാമ്പാർ വേണ്ട? അല്ലേ, നിനക്ക് തരാൻ ഇവിടെ സാമ്പാർ ഉരിപ്പില്ല. ഓ, അവളുടെ സാമ്പാർ വേണ്ട. ഇത് വേടാ. നീ ഒറ്റ ഒരുത്തനായി വഴക്കിന് കാരണം. കഥ തുറക്കടി. എടി കഥ തുറക്കാൻ. എടി കഥ തുറക്കാനാ പറഞ്ഞ. പറ്റത്തില്ല, കഥ തുറക്കാൻ പറ്റത്തില്ല. നീ ഈ കഥക് തുറന്നില്ലെങ്കിൽ ഞാൻ ഈ വീട് കത്തിക്കും. കത്തിച്ചോ? നീ വേണം പോയി നിന്ന് കത്തിച്ച് ചാവേണ്ടത്, ഞാനല്ല. പൊയ്ക്കോടെ ഇറങ്ങി നിന്റെ പാട്ടിന്. അയ്യോ ശരി, എനിക്കറിയാടി. നീ നിന്റെ കാമുകനെ അകത്ത് കയറ്റി ഒളിപ്പിച്ച് വെച്ചിരിക്കുക. അവനാരെന്ന് എനിക്കറിയണം. തുറന്നു പറയും, തുറന്നു പറയാ. എടാ വിജയ, എന്തോന്നാ നീ എന്തിനാ അവളെ വെറുതെ ശല്യപ്പെടുത്തുന്നേ? അതെ, അയൽവക്കാരുടെ ഒരു ആവശ്യം ഇവിടെ ഇല്ല. ഇത് ഞങ്ങളുടെ കുടുംബക്കാരാ. എന്ത് കുടുംബം? നീ അവളുടെ ബന്ധം തീർത്തതല്ലേ? ബന്ധം തീർത്ത് ഞാൻ നിന്നെ കെട്ടാടി. നിനക്കാണ് ഭർത്താവില്ലല്ലോ. നാറി. തുറക്കടി, കഥ തുറക്കടി. കഥ തുറക്കാതെ ഞാൻ പോകില്ല. എന്നെ അറിയത്തില്ലായിരിക്കും കേട്ടാ. എന്താ ആ മെമ്പർ വന്നോ? ഞാനാ മെമ്പറിനെ വിളിച്ചത്. ഇതോ നോക്ക് മെമ്പർ, ആ വിജയന്റെ കാര്യം ചുമ്മാ ശല്യം ചെയ്തോണ്ടിരിക്കുക. പോലീസൊക്കെ വന്നതാ, കൈയൊഴിഞ്ഞ കേസായി. അങ്ങനെ ബന്ധം ഏർപ്പെടുത്തിയതാ. ഇപ്പൊ കുടിച്ചിട്ട് ഒന്ന് ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുക.
എന്താ ഇവിടെ പ്രശ്നം? അങ്ങനെ കാര്യവിവരമുള്ള ആരും ഒന്ന് ചോദിച്ച് ഞാൻ മറുപടി തരാം. ആ, മെമ്പറെ, ഒരു പ്രശ്നമില്ല. ഞാൻ വന്നപ്പോൾ ഇവിടെ അകത്ത് കയറി കഥ കളിച്ച്. അപ്പൊ ഇതിനകത്ത് ആരെങ്കിലും അതുകൊണ്ട് ഞാൻ ചോദിക്കാൻ വേണ്ടി മാത്രം വന്ന് വേറെ വിഷയമില്ല. നിന്റെ മറ്റവളാണ് ഇവിടെ ഉള്ളത്. കണ്ടാ? ദേ അവിടെ ആരുണ്ടായാൽ നിങ്ങൾക്ക് എന്താ? നമ്മൾ ബന്ധം ഒഴിഞ്ഞതല്ലേ, നമുക്ക് പിന്നെ അത് ചോദിക്കാനുള്ള അധികാരം ഉണ്ടോ? ഓക്കെ, ബന്ധം ഒഴിഞ്ഞു, ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ എന്നെ കണ്ടപ്പം ഇവൾ അകത്ത് കയറി കഥ കടച്ച് ഓടിയതെന്തിനാ? അപ്പോൾ ഇതിനകത്ത് ഇവിടെ കാമുകനുണ്ട്. എന്നെ ഒഴിഞ്ഞിട്ട് അവനെ കെട്ടാൻ വേണ്ടിയാണ് അകത്ത് കയറ്റി വെച്ചിരിക്കുന്നത്. അവൻ അറിഞ്ഞാൽ മതി, ഞാൻ പൊക്കോളാം. വേറെ വിഷയമൊന്നുമില്ല. എടീ, കഥ പറഞ്ഞേ. കഥ പറ്റത്തില്ല, പോടാ. ചേട്ടാ വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ, പോ. ഞാൻ പെങ്ങളെ പോലെ കാണുന്നേ ഒരു പണിയുണ്ട്. ബന്ധം ഒഴിഞ്ഞു നിൽക്കുകയാണ്. പക്ഷെ ഞാൻ ഇവിടെ ഒന്ന് കാണാൻ വേണ്ടി മാത്രം വന്നത്. അപ്പോഴകത്തുള്ള കഥനകാവ്യം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. വെറുതെ തോന്നണതാ. ആണല്ലേ? എന്റെ എനിക്കറിയാം, നിങ്ങൾ പറഞ്ഞാൽ കേൾക്കും. ഈ നാട്ടിൽ കഴിഞ്ഞ ഒരു വെള്ളിയാഴ്ച എന്ന് എനിക്ക് തോന്നുന്നു. വെള്ളിയാഴ്ചയാണോ ശനിയാഴ്ച തുറന്നില്ലെങ്കിൽ ഇവരെ ഞാൻ കൊല്ലും. ഇവരെ ഞാൻ കൊല്ലും. കൊല്ലും. എന്ന് പോവണം. കൊല്ലും ഞാൻ. അയ്യോ, അയ്യോ, കൊല്ലും ഞാൻ. കൊല്ലും. അയ്യോ, നിങ്ങൾ കുത്തിക്കൊല്ലും ഞാൻ. വരും കൊല്ലും. കൊല്ലും ഞാൻ. കൊല്ലും. കൊല്ലും ഞാൻ. കൊല്ലും. കൊല്ലും ഞാൻ. മെമ്പറെ, അയ്യോ, മെമ്പർ മരിച്ചു. കൊല്ലും ഞാൻ. കൊല്ലുവേ. അയ്യോ സാറേ, പോണ്ട. പോലീസ്, പട്ടാളം, കൊല്ലും ഞാൻ. അടുക്കരുത്. പോലീസ് ആണെങ്കിലും പട്ടാളമാണെങ്കിലും രണ്ടിനെ ഞാൻ കൊല്ലും. കൊല്ലും. കൊല്ലും ഞാൻ. ഇവരെ കൊല്ലും ഞാൻ. കൊല്ലും. ഞങ്ങളെ രക്ഷിക്കാൻ വന്നല്ലെന്ന്. നീ അവരെ കൊന്നിട്ട് നീ ആവൂലേ? ആ ബോഡി കൊണ്ടു വന്നിക്ക. അല്ല, ഇവരെ കൊന്ന് ഞാനും ചാവും. അടുക്കരുത്. നീ വേഗം കൊല്ല്. കൊല്ല്. ഞാൻ ചാവും. നീ ചത്തോ? കൊല്ല്. ബോഡി കൊണ്ടുപോകണമെന്ന്. കൊല്ലും ഞാൻ. കൊന്നോ? സാറിനെ ഞാൻ കൊല്ലും. സാർ കൊല്ലടാ. കൊല്ലടാ. അപ്പൊ നിങ്ങൾ എടുത്തോളാം. നിങ്ങൾ സ്റ്റേഷനിൽ ഒരു പരാതിയാ. സ്റ്റേഷൻ എവിടാ? വല്ലതും പറ്റിയോ മെമ്പറെ? അയ്യോ, കൊന്നിട്ടിട്ട് ചോദിച്ചാൽ മതിയായിരുന്നല്ലോ വല്ലതും പറ്റിയോന്ന്. ഈ പഞ്ചായത്തിൽ എന്തെങ്കിലും പ്രശ്നം നടക്കുമ്പോ മെമ്പറിനല്ല പിന്നെ വേറെ ആരെയും ഞങ്ങൾ വിളിക്കേണ്ടേ? ഞാൻ നിങ്ങളുടെ മെമ്പർ അല്ല. എന്റെ പേരേ നിങ്ങൾ പറഞ്ഞേക്ക്. കവാട ഇതുവരെ തുറന്നില്ലല്ലോ. ഇനി കോഴി താറാവെന്നും പറഞ്ഞ് വാ കേട്ടാ. തരാ ഞാൻ നല്ലോണം. വീടിനോട് ആക്കി തരാം. ഓ വേണ്ട, ആ കള്ളന്മാരും പോലീസുകാരൊക്കെ കയറുന്ന വണ്ടിയിൽ നിങ്ങളൊക്കെ തന്നെ അങ്ങ് കയറിയാൽ മതി. ജനപ്രതിനിധികൾക്കും കയറാം. വേണ്ടെന്നേ, എനിക്ക് നടക്കാനുള്ള ദൂരമുള്ളൂ എൻ്റെ വീട്ടിലോട്ട്. ഞാൻ നടന്നു നോക്കോളാം. ഒരു കാര്യം ഇന്ന് നടന്ന കാര്യം ലില്ലിനോട് പറയണ്ട. ഇതിപ്പോ ഞാനായിട്ട് പറയാൻ നിൽക്കേണ്ട കാര്യമില്ല. നാട്ടുകാർ മൊത്തം അറിഞ്ഞു. ഇതിപ്പോ നാണക്കേട് എനിക്കാ. എസിയുടെ പെങ്ങളെ കത്തി പിണയായിരുന്നു പറഞ്ഞ നാണക്കേടല്ലേ? എന്ത് പെങ്ങള്? ഓ, അങ്ങനെ ഒരു സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്നെ കുത്തിക്കൊന്നോളം പറയുമായിരുന്നോ? എന്നുവെച്ചപ്പോ ഒന്നും സംഭവിച്ചൊന്നുമില്ലല്ലോ. എന്റെ ഭാഗ്യം. ഇല്ല, ഞാൻ നടന്നേ പോണുള്ളൂ. എനിക്ക് 2 കാല് ദൈവം തന്നിട്ടുണ്ട്. എനിക്ക് നടക്കാൻ അറിയാം. ഇടി, അവനെ പിടിച്ചിട്ടില്ല. പോണ വഴിയിലാണ് അവൻ കാണും. പിന്നെ അറിയാലോ. ഏത് എങ്ങോട്ടാ കയറണ്ടേ? എന്റെ തലയിൽ കയറ്. Good.